വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹ ലേബർ കോഡുകൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റി പട്ടാമ്പി BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ഡിവിഷൻ പ്രസിഡന്റ് NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹ ലേബർ കോഡുകൾക്കെതിരെ CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ഡിവിഷൻ പ്രസിഡന്റ് NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. 29ഓളം തൊഴിൽ നിയമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും തൊഴിലാളികൾ നടത്തിയ പോരാട്ടത്തിലൂടെ നേടിയെടുത്തു. ആ നിയമങ്ങളെയെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കിക്കൊണ്ട് 4 കോഡുകളാക്കി തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്താ 4 കോഡുകൾ? ഒന്ന് വേജസ് കോഡ്, ശമ്പളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, തൊഴിലാളിയും തൊഴിൽ സ്ഥാപനവുമായി ബന്ധത്തെ സംബന്ധിച്ച്. സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, തൊഴിലാളിയുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട്. ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ്. ഈ 4 കോഡുകളിലൂടെ നിലവിൽ തൊഴിലാളികൾക്ക് എന്തെല്ലാം കിട്ടിയിരുന്നോ അതൊക്കെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇവിടെ MRC സൂചിപ്പിച്ചു, തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല. നാളെ തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വന്നാൽ അവന് സ്ഥിരം തൊഴിലില്ല. അഗ്നിപഥ് മോഡലിൽ, അഗ്നിപഥ് എന്താ? പട്ടാളത്തിൽ 4 വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ അവന് മടങ്ങിപ്പോകാം. അതാണല്ലോ അഗ്നിപഥ്. ആ അഗ്നിപഥ് മോഡലിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ തൊഴിൽ മേഖലയിലും നടപ്പിലാക്കുകയാണ്. MRC അധ്യക്ഷത വഹിച്ചു. TV ഗിരീഷ്, C മുകേഷ്, T ഷാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സമരത്തിൽ 4 ലേബർ കോഡുകളും കത്തിച്ച് പ്രതിഷേധിച്ചു.